ഇതിന് 1500 750 ഒക്കെ ഉണ്ട്. നമ്മൾ കാളിമല പോവാന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയെ ഫുഡൊക്കെ കഴിച്ച് വയറെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പൊ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തേ കറുപ്പ വെള്ളം കൂടെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇതാ ഇറങ്ങി നട്ടുച്ചയ്ക്ക് ഇതോ അടി വെച്ചൊക്കെയാണ് പോകുന്നത്. പോയി നമുക്ക് എന്തായാലും ഞെട്ടയിലോട്ട് വല്ല പോകാമെന്ന് വിചാരിച്ച്. എന്തായാലും വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, നമുക്ക് ഞെട്ടയിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതിൻ്റെ റൈഡിങ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് അങ്ങനെ സെറ്റാക്കാം. കൂട്ടുകാരനെ പിക്ക് ചെയ്യാറുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇന്ന് കുറച്ച് റൈഡിങ് വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റും. ഇന്ന് നമുക്ക് സ്ഥലവും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈസ് ആയിരിക്കും. തുടക്കത്തിൽ തന്നെ ലൈക്ക് അടിച്ച് തുടങ്ങും കാണാം. നൈസൊക്കെ നമ്മളൊരു സ്ഥലം വരെ എത്തി. അതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർ ഇല്ലാത്തതിൻ്റെ മെയിൻ വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കാനും നേരം പറ്റില്ല. അതൊരു പട്ടി സാർ. അപ്പോൾ നമ്മൾ ആ ഒരു പയ്യനെ കൂടെ പിക്ക് ചെയ്യണം. എന്നിട്ട് ഇതുവഴി തന്നെയാണ് നമ്മൾ ആ സ്ഥലത്ത് പോകുന്നത്. ഞെട്ടയിലാണ് പോകുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും. പിന്നെ എന്തായാലും എന്നെ തിരിച്ച് കാണിച്ചത് ഞാൻ ബോറടിപ്പിക്കില്ല. വണ്ടി തന്നെ, വണ്ടി ഇതാ എത്രയായി. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം. വയൽ പ്രദേശം ഉടനെ നമുക്ക് GoPro സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ കാണാം. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും കൂട്ടാൻ്റെ വീടെത്തി. അപ്പോൾ ഇവിടെ എന്തായാലും പിക്ക് ചെയ്യാം, എന്നിട്ട് കാണാം. പക്ഷേ ഇതാണ് കൂട്ടാൻ്റെ വീട്. ഇനി എന്തായാലും അവൻ വരണം. രണ്ടുപേരും അവിടെ പോയി നിൽപ്പുണ്ട്. നമുക്ക് പോകേണ്ട വഴിയൊക്കെ ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എങ്ങോട്ട് പോകാം, എങ്ങോട്ടെങ്കിലൊക്കെ പോകാം. കൊണ്ട് മര്യാദക്കിരട എന്നെ പോലെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. മറ്റവൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. ഇനിയിപ്പോൾ അമ്മമാർ വരണം. അമ്മമാർ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴയൊക്കെയാണ്, ക്ലൈമറ്റ് ഉണ്ടോ എന്തോ. അങ്ങനെ നമ്മൾ ഞെട്ടയിലെത്തി. അപ്പോൾ അവർ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് ഞെട്ടയിലോട്ടെത്തി. ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം. കുറേ പരിപാടിയുണ്ട്. വെള്ളമൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ഇന്ന് മഴയില്ല, പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. കണ്ടോ വെള്ളമൊക്കെ കണ്ടോ. ക്യാമറ ഉണ്ട്, തമിഴ്നാട് ബോർഡറല്ലേ. ഇപ്പോൾ കുറച്ച് ഓടിച്ചോറിന് വിഷ്വൽസ് കണ്ടില്ലേ. GoPro സെറ്റ് ആക്കണം ഉടനെ തന്നെ. എന്തായാലും അവന്മാർ വരട്ടെ. അവന്മാർ വന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാം. പക്ഷെ ആദ്യമായിട്ട് വരുന്ന പയ്യനാണ് ഞെട്ടയിൽ. എന്തോ ഒരുത്തം വന്നു. അപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല, ഇവിടെ ആണെന്നാണ് ജനിച്ചത്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോകാം. പക്ഷേ നമ്മൾ കഴിക്കാൻ വേണ്ടി എത്തി. ഇനി എന്തായാലും കഴിച്ചിട്ടാവാം. വിശന്നിട്ടൊരു ലെവലായി. ഒരു വ്യൂ ഉള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കഴിക്കാം. കൂട്ടിന് പട്ടി ഉണ്ടാവും. ഹായ് പട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. ഇതവിടെ കാണുന്നൊക്കെ വ്യൂ ആണ്. എന്തായാലും നമുക്ക് തിരക്ക് മാറിയിട്ടേ കഴിക്കാൻ പറ്റൂ. എല്ലാവരും വിശന്ന് 2:30 മണിയായി. എന്തായാലും കഴിക്കാം. മീൻ കിടന്നതാ. എന്തായാലും ഫുഡ് കഴിക്കാം.
ഇവിടെ നിന്ന് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നു. അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്യൂ കണ്ടാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം. എല്ലാവരും വന്നെത്തി. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നതായിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി എടുക്കുന്നത് എൻ്റെ ഫോണിലേക്ക്. പിന്നെ എന്തായാലും നമുക്ക് അത് ഷെയർ ചെയ്ത് വാങ്ങാം. ഇനി എന്തായാലും കഴിക്കാൻ എത്തട്ടെ, വിശന്നിട്ടില്ല. ഇത് മൊത്തൊരു സംഭവം. ഓക്കെ, വ്യൂ കാണാൻ പോകുന്ന മണ്ടൻ ഇവിടെ ഇങ്ങനെ. അല്ല, നമ്മൾ വന്ന് കണ്ടില്ലായിരുന്നു, ആരും ചോദിക്കാൻ പറഞ്ഞില്ല. ഇതാണ് ഇംഗ്ലീഷ് പ്രോഗ്രാം. ഏതാണോ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഇതിന് 1500, 750 ഒക്കെ ഉണ്ട്. 550. അപ്പോൾ മീനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തു. അതിന് പൊരിച്ച് കൊണ്ടുവരും. ഇവിടുത്തെ വ്യൂ കണ്ടിരിപ്പാണ്. എവിടെ പോയാലും അടി തന്നെ, എവിടെ പോയാലും. കിട്ടി. തുടങ്ങി. ഇവിടെ നിൽക്കാറ് ഇറക്കി വിടും പൈസ. എന്തായാലും മീനൊക്കെ ബുക്ക് ചെയ്തു. മീൻ വരട്ടെ. ഞാൻ ഓൾറെഡി ഷോക്ക് അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. കുറേ ദിവസമായിട്ട് മൈൻഡ് ഭയങ്കര ബോറാണ്. ഐഫോണിനെതിരെ ഒരു കംപ്ലൈൻറ്റ് ഒരു സംഭവം ഉണ്ട്. അത് വീണ്ടും ഒരു വീഡിയോ ചെയ്യണം. ആണോ? നീയാ മേടിച്ചേ? വേറെ ഉണ്ടാടാ? നമ്മൾ മീൻ റെഡി. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. മരിച്ചിനി എത്തി. ഇവിടെ വ്യൂ ഒക്കെ കണ്ട് നമുക്കിന്ന് കഴിക്കാം. ഇവിടെ മരിച്ചിനി, മീൻ പൊരിച്ചത്. വാവ്. എന്തായാലും ഈ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. താഴെ കണ്ടോ മീമീസ്. ഫുഡൊക്കെ കഴിച്ചത് കൈ ഒന്ന് മാറ്റുമോ? അവൻ മുളവിൻ്റെ ആളാണ്. അവൻ മുളക് തിന്നിയാണ്. മഞ്ചൂരിലെ വക്കീലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മുളക് തിന്നവൻ. അതെ. ഈ വക്കീലിന്റെ ഇതൊക്കെ മുളക് ഇഷ്ടമാണല്ലോ. ഒന്നും മിണ്ടായിരിക്കോ തിന്നാതെ. ഓക്കെ, നമ്മൾ തിന്നാം. നമുക്ക് ചോറ് കഴിക്കാം. എന്താ ഇവിടെ കൊണ്ടുവച്ചപ്പോഴേ കുറേ നേരത്തെ പരിശ്രമത്തിൽ വെട്ടിക്കീറുകയായിരുന്നു. അത് മീൻ്റെ തലയൊന്നും കാണില്ല. അതൊക്കെ തിന്നു. തലയും കാണില്ല. ഇതാ എല്ലുവാണോ? അങ്ങനെ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വണ്ടി കറങ്ങാതെ ഈ മലയിലൊക്കെ പോയിരിക്കും. അയ്യോ, അതെ. കൂടെ കൊണ്ടുവന്ന പ്രവീണിനും നന്ദി അർപ്പിക്കുകയാണ് ഞാൻ. അഭിഷേകം, നമ്മളുടെ പാവപ്പെട്ട വണ്ടിയിൽ വന്നിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ മോൻ. അതെ, വക്കീല കേട്ടോ. എല്ലാവരും അവന് വേണ്ടി ലൈക്കും കൂടെ അടിക്കും. മഞ്ചേരി കോടതിയിൽ അറിയപ്പെട്ട വക്കീല. അതെ, ഏബൽ ജോൺ. നീ എന്താ കാണണോ? നിനക്ക് കട്ട് ചെയ്യാൻ. നിനക്ക് എന്തോ ആണെന്ന് പറ. നീ പറ, നിനക്ക് എന്താണോ? നീ പറ. എടാ നീ എന്ത് കറുത്ത് വീടിന് കറുത്തിരിക്കുന്നു? നമ്മളൊക്കെ ഇപ്പം എന്ത് പറയും? പേരൊക്കെ എടുത്താ പറഞ്ഞു. അപ്പോൾ നമ്മളിനി അടുത്തെവിടെയാണ് പോകുന്നേ? മല കയറാം. ഏതെങ്കിലും മല പോയി കയറാം. അതുവഴി 3 കിലോമീറ്റർ പോയിട്ട് അവിടെ ഇങ്ങോട്ടാണെങ്കിൽ എത്ര കിലോമീറ്റർ വരും? നമ്മൾ കാളിമല പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. സമയം ഫുഡൊക്കെ കഴിച്ച് വയറെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വാവ്, നമ്മൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഞെട്ടെത്തി.
തന്നെയാണ് കാളിമല പോകുന്ന റൂട്ട്. ഇത് വഴിയാണ് നമുക്ക് ഇനി കാളിമല പോകേണ്ട. വണ്ടി കയറ്റാൻ പറ്റിയെങ്കിൽ നമുക്ക് വണ്ടി കയറ്റാം, അല്ലെങ്കിൽ നമുക്ക് നടന്നു കയറും. എൻ്റെ ഫോണില്ലാത്തതുകൊണ്ട് വീഡിയോ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. നല്ല സ്ഥലം. നമ്മൾ കാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ഐഫോൺ 11 അവൻ ബാക്കി സാധനങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എടുക്കാം. നമുക്ക് എന്തായാലും പോണ വഴി അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. നമുക്ക് എന്തായാലും കാളിമല എത്തിയിട്ട് കാണാം. ഇനി അതായിരിക്കും നല്ലത്. എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല നൈസ് വഴിയാണ്. കൊരങ്ങൻ. അങ്ങനെ വീണ്ടും കുറെ കുരങ്ങന്മാരെ കണ്ടു. ഫോണൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോവും. ബൈ ബൈ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന പയ്യന്മാർ. വീണ്ടും ഫുള്ളായി. വ്യൂ എന്താ സ്ഥലം? തമിഴ് വായിക്കാറുണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഓക്കെ, അങ്ങോട്ട് പോയാലോ? എന്തേ കറുപ്പ വെള്ളയും കൂടെ? വാവ്, ഏത് മലയാണ്ടോ ലോ കാണുന്നത്? മല, വെള്ളച്ചാട്ടം. ഈ സീറ്റ് വലിയ സുഖമില്ല കേട്ടോ. ഞാനിപ്പോൾ തുമ്പിൻ്റെ അറ്റത്ത് പോകും. ആര് തുമ്പിക്കെത്തി? ഒന്നുമില്ല. ചെവി അറിയണ്ട്. ഇതിപ്പോൾ നമ്മൾ കാളിമല തേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഏതുവരെ പോകും അതുവരെ നമ്മൾ വെച്ചിട്ട് സേഫായിട്ട് പോകും. നമ്മൾ മലയുടെ മുകളിലോട്ട്.
അങ്ങനെ നമ്മൾ കാളിമല എത്തി. ഇനി ഇവിടെ നിന്ന് വണ്ടി പോകാൻ പറ്റൂല, നടന്ന് പോകണം. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിട്ട് വരും. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. എന്നാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകും. നമുക്ക് ഇനി ഇത് വഴിയാണ് കയറേണ്ടത്. വണ്ടിക്ക് സേഫായിട്ട് പാർക്ക് ചെയ്ത് മേളിലൊരു എത്തുമായിരിക്കും. നടന്ന് ഇനി ഉപ്പാടളവ്. ബാ എന്തായാലും നമുക്ക് നടക്കാം. മല കയറാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അവിടെ അരുവിയൊക്കെ ഉണ്ടോ? വണ്ടി ഇപ്പോൾ കയറ്റി വിടില്ലെന്നാണ് പറയുന്നത്. കൊളാട്ടം എല്ലാം ഉണ്ടാകുന്നോ? അതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തെ മൊത്തം വീഡിയോ എടുത്തോണ്ട് പറയണം. വാവ് വാട്ട് എ വ്യൂ. അപ്പം എന്തായാലും മേലോട്ട് കയറാം. അത് എവിടെ നിന്നാണ് വെള്ളം പറഞ്ഞത്? ഊറ്റ് കുളിക്കാം. ഇവിടെ നിന്ന് പിന്നെ കുറേ ദൂരം നടക്കാനുണ്ട്. അങ്ങാണ് നമുക്ക് പോകണ്ടത്. നമുക്ക് നടക്കാം. ഓ ഒറ്റയ്ക്ക് വ്ളോഗ് എടുത്ത് കയറാം. അവന്മാർ മേലോട്ടാട്ടെ, അതാ നല്ലത്. നടന്ന് ഉപ്പാടുള്ള ഈ കുറച്ച് ദൂരം നടന്നോളൂ. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡും എല്ലാം കൂടെ പ്രാന്തായി. അവന്മാരിതോ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കയറാം. വീട്ടിൽ വെറുതെയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല പോസ്റ്റാണ് വീട്ടിൽ. ഇപ്പോൾ ഒന്നാതെ എല്ലാം കൂടെ എന്തൊക്കെ പോലെ അവസ്ഥയാണ്. വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥയും അല്ലാത്ത അവസ്ഥയും എല്ലാം ഭയങ്കര ഓറാണ്. അപ്പോഴാണ് ഇതുപോലെയൊക്കെ കറങ്ങാൻ. പ്രാന്തന്മാരെ കൊണ്ട് തോറ്റി. വണ്ടി കൊണ്ട് കയറായിരുന്നു. നോക്കട്ടെ, ഇനി ഒരു വ്ളോഗ് വരണമെങ്കിൽ വണ്ടി കൊണ്ട് കയറാൻ നോക്കാം. ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്, തിരിച്ച് കാണിച്ചു തരാം. വഴി കിടപ്പുണ്ട്, നമുക്ക് ഈ വഴി പോകാം. പക്ഷെ ഇവിടെ വണ്ടി കയറി വരും. എൻ്റെ വണ്ടി കയറും. അത്യാവശ്യം റിസ്ക് എടുത്താൽ കയറി വരും. എന്താ തളർന്നാളാ? കയറുമെന്നല്ലേ നീ ഉടച്ച് പറഞ്ഞ? എന്നെന്ത് പറ്റി? ഇതാക്കുളത്ത് പറയുന്ന വ്യൂ പോയിന്റ്. വാവ്, വാവ്, ഡാമിൻ്റെ വ്യൂ കാണാം. അങ്ങോട്ട് കയറി പട്ടി. വാവ്, കയറിയെന്ന് തോന്നുന്നു. കല്ലെറിഞ്ഞ് കളിയാണ് ഇവിടെ. ഈ പൊട്ടന്മാരെ കൊണ്ട് തോച്ച് മറ്റൊൻ്റെ പാട്ടത്തരെ കൊണ്ട് ഇപ്പം ഇനി ഇവിടുന്ന് ആശുപത്രി വരുമ്പോൾ പറ്റി ഇവിടെ കിടക്കാം. പക്ഷേ നിങ്ങൾക്കൊരു കാര്യമല്ലോ, പ്രവീണാണെങ്കിൽ പക്ഷേ അങ്ങനെ നമ്മൾ കുറേ കയറി. അയ്യോ എവിടെ എത്തി? എന്താ റെസ്റ്റ് എടുക്കണോ? ആഹാ കണ്ടൊരുത്തൻ കാരണം നോക്ക്. ഒരുത്തനെപ്പോ എടുക്കാൻ ചടങ്ങ് വിളി. ചടങ്ങല്ല, വടങ്ങ് വിളി. ഒരുത്ത ഇപ്പം വീഴും കേട്ടോ. ആ കയറ് കയറ്. മറ്റോ മേളിൽ നിന്ന് കല്ലെറിഞ്ഞ് കളിക്കുന്നു. ഓറാ കല്ലിലുത്തി കളി. ഓ എന്റെ കല്ല് പല്ലി. ഓ നാ കാലി. വാവ്, ദൂരമുള്ള വ്യൂ ഉണ്ടോ? കുറേ കയറി, ഇനി അങ്ങോട്ട് കയറാറുണ്ട്. അവരിതാ കയറിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയിൽ അടിപൊളിയായിട്ട് വരായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അവർ പറഞ്ഞു പറ്റൂല എന്ന്. കുഴപ്പമില്ല, നമുക്ക് നടന്ന് കയറാം. അടുത്ത് വരുമ്പോൾ വണ്ടി കയറാം. അയ്യോ ഒരുത്തൻ കഥച്ചായാലും തോക്കാറ് പോണുണ്ട് ഒരുത്തൻ. ഏവലേ കമോൺ ഏവൽ. ഏവലെ 2 സ്റ്റെപ്പ് താഴെ നടന്നിട്ടാടാ. പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇരുന്ന് കിതക്കുന്നുണ്ട് നന്നായിട്ട്. അയ്യോ എല്ലാവർക്കും പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഏയ് ഒരു ഹെയർ പിങ് പോലെ 4-5 ഹെയർ പിങ് ആയി. ആണോ? അവിടെ വെച്ച് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, ഞാൻ കയറുമെന്നല്ലേ. പതിയെ പറ.
കിതക്കണ എന്താ അവിടുത്തെ വ്യൂ ഉണ്ടോ? അയ്യോ ശേമലിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു കിണറ്. മീന് 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 വാവ്. ഇൻസ്റ്റലിൽ കയറി വന്നതായിരുന്നു, പിന്നെയും ബ്രാക്കഡല്ലേ നീ? നമ്മള് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒന്ന് ഇറങ്ങി സൂക്ഷിച്ചോ. വാവ്. ഒമ്പോ എന്നാ വ്യൂവാ. ഇവിടെ വരണവർ സേഫായിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ അങ്ങ് ദൂരെ നമുക്ക് വിഴിഞ്ഞാൻ പോർട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് അവിടെ എവിടെയാണ്. ഇത്ര ദൂരത്തെ വ്യൂ ഒക്കെ കാണാനല്ലേ. അവരൊക്കെ ഇത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ കുറച്ച് നേരം ഇങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഞാൻ ഒരു മലയില്ലേ അവിടെയും കുറച്ച് പേരൊക്കെ നിൽപ്പുണ്ട്. അതാണ് മാതാമല, കുരിശുമല, കാളിമല എന്ന് പറയും. നമുക്ക് പോകേണ്ട സ്ഥലം ഏറ്റവും മുകളിലാണ്. എന്തായാലും കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പതിയെ പോവാം. എന്തായാലും അടിപൊളി വ്യൂ. ഇത്ര അടുത്തുണ്ടായിരുന്ന ടീമല്ലേ ഞാൻ കയറിയിട്ടേ ഇല്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എന്തായാലും നിങ്ങൾ ലൈക്കും കൂടെ അടിക്കുക കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എന്തായാലും നമുക്ക് മുകളിലോട്ട് പോകാം. സമയം 4:50 ആയതേ ഉള്ളൂ. ഇതൊരു ഓടി കയറി ഇവിടേക്കൊക്കെ ഒന്ന് ഇരുട്ടായി. ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് പൈൻ ഫോറസ്റ്റ്, അല്ല പൈൻ മരം. പിന്നെ എന്തായാലും മുകളിലോട്ട് പോകാം. പൈസ അങ്ങനെ 1 മണിക്കൂറിൻ്റെ പരിശ്രമത്തിൽ നമ്മളങ്ങനെ എവിടെ എത്തി? കാളിമല. നീ കയറണ്ട. നടന്നു പോകണ്ടേ?